ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായ ഒന്നാണ് കവിയും കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദൻ എന്ന കവിയുടെ ഒരു പ്രസ്താവന. ഒന്നല്ല, അതിനുശേഷം തുടർന്നും പ്രസ്താവനകൾ വന്നു. അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു. പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടി. ഇപ്പോൾ അതിനെതിരെ ചില അഭിപ്രായങ്ങൾ വന്നു. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞു, ഇവ ഏറ്റവും ഒടുവിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ സച്ചിദാനന്ദനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമായി പറയാനുള്ളത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. എന്നെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിച്ച ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒന്നോ രണ്ടോ ബാച്ചിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 50-54 വർഷമായി അദ്ദേഹവുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ഗുരുവാണ്, എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയാണ്. എൻ്റെ ഭാര്യ കവയത്രി എന്നുള്ള എനിക്കും ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ കടുത്ത ഒരു മതേതര ജനാധിപത്യവാദിയാണ് സച്ചിദാനന്ദൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് തുടർ ഭരണം പലപ്പോഴും ദുർഭരണത്തിലേക്ക്, ധിക്കാരത്തിലേക്ക്, ധാർഷ്ട്യത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നാണ്. അതിന് അദ്ദേഹം ബംഗാളിനെ ഉദാഹരിക്കുന്നുണ്ട്. ബംഗാളിൽ 7 തവണ തുടർ ഭരണം ഉണ്ടായതാണ്. എന്നിട്ട് എന്തുണ്ടായി? ബംഗാളിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് തുടർഭരണം ഉണ്ടാകരുത്. പ്രതിപക്ഷത്തിന്റെ ധർമ്മം കൂടി നിർവഹിക്കാൻ ഇടതുപക്ഷത്തിന് തയ്യാറാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രതിപക്ഷമാണ്. കാരണം നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയോട് അവർക്ക് സമരസപ്പെടാൻ കഴിയാതിരിക്കുകയും എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് കഴിയാവുന്ന മാറ്റങ്ങൾ നടത്തുകയും ചെയ്യുക, ഇതാണ് ഇടതുപക്ഷത്തിന്റെ ധർമ്മം. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല വരുന്നത്, ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് പോലും അല്ല വരുന്നത്. നിലവിലുള്ള മുതലാളിത്തത്തിനകത്തുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവരുടെ ഇടതുപക്ഷ ധർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സച്ചിദാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ആ ഇടതുപക്ഷ ധർമ്മം നിർവഹിക്കാൻ കഴിയാതിരുന്നു എന്നത് അദ്ദേഹം ഇപ്പൊ ആദ്യം പറയുന്നതല്ല. അദ്ദേഹം തന്നെ ഇതിനു മുമ്പ് കേരളയിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദം വന്നപ്പോൾ കേരളയിൽ പോലെയുള്ള ഒരു ഭീമൻ പദ്ധതിയല്ല ഒരു ഇടതുപക്ഷം മുമ്പോട്ട് വെക്കേണ്ടത് എന്നും ജനപക്ഷത്തു നിന്നുകൊണ്ട് വലിയ മൂലധനത്തിന്റെ ശക്തികളെ ആശ്രയിക്കാതെയുള്ള പദ്ധതികൾ വേണം എന്നുമാണ് സച്ചിദാനന്ദൻ അന്ന് പറഞ്ഞത്. അദ്ദേഹം അതിന് വലിയ വിമർശനങ്ങൾ കേട്ടു. സച്ചിദാനന്ദൻ മാത്രമല്ല, റഫീഖ് അഹമ്മദ് പോലെയുള്ള, ഖസാറ ജോസഫ് പോലെയുള്ളവരൊക്കെ അന്നും പറഞ്ഞിരുന്നു. രണ്ടാമത് ആശാസമരം വന്നപ്പോഴാണ്. ആശാസമരം ഇവിടെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ, സ്ത്രീകൾ, അവരുടെ തൊഴിൽ സമരമാണ്, അവരുടെ അഭിമാനത്തിന്റെ പോരാട്ടമാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് സച്ചിദാനന്ദൻ കൃത്യമായി നിലപാടെടുത്തു. അന്നും അദ്ദേഹം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. മൂന്നാമത്, അതിനു മുമ്പ് തന്നെ, ഒരുപക്ഷെ ഇതിനു മുമ്പാണ്, ഒരു പത്രത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, തുടർ ഭരണങ്ങൾ പലപ്പോഴും അഴിമതിയിലേക്കും ധിക്കാരത്തിലേക്കും നയിക്കുന്നു, അതുകൊണ്ട് 3ാം പിണറായി സർക്കാർ വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. സാറ ജോസഫും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഒക്കെ തന്നെ ശക്തമായി നിലപാടെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് NS മാധവൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹവും ഈ പറഞ്ഞ നിലപാടെടുത്തിട്ടുണ്ട്. ഭരണം തുടർന്നു പോയാൽ അത് വലിയ അബദ്ധമായും ആയിരിക്കുമെന്നും ഭരണം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുമെന്നും പ്രത്യേകിച്ചും CPM അതിന്റെ മതേതര നിലപാടിൽ വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നൊക്കെ സച്ചിദാനന്ദന്റെ അഭിപ്രായങ്ങളിലുണ്ട്. ബംഗാളിലെ അഭിപ്രായം നേരത്തെ സൂചിപ്പിച്ചു. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് സച്ചിദാനന്ദന്റെ അഭിപ്രായം വന്നത്. അഭിപ്രായത്തോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ച ചിലരുണ്ട്, നെഗറ്റീവായി പ്രതികരിച്ചവരുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. വളരെ പോസിറ്റീവാണ്. എന്നാൽ സച്ചിദാനന്ദന്റെ കൂടെ ഉപാധ്യക്ഷനായി, അക്കാദമി ഉപാധ്യക്ഷനായിരിക്കുന്ന പ്രമുഖ സാഹിത്യകാരൻ, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് അശോകൻ ചെരുവിൽ പറഞ്ഞ അഭിപ്രായം വളരെ അപകടകരമാണ്. അഭിപ്രായം എന്താ? ആ അഭിപ്രായം ഇത് ചില മധ്യവർഗ എഴുത്തുകാരുടെ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. ഇവരുടെ മധ്യവർഗ സ്വഭാവമാണ് ഇതിൽ കാണിക്കുന്നത്. സച്ചിദാനന്ദൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്നാണെങ്കിൽ അശോകൻ ചെരുവിൽ അതിന് മറുപടി പറയുന്നത് ഇത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, നേരെ മറിച്ച് വലിയ തോതിൽ മധ്യവർഗവൽക്കരിക്കപ്പെട്ട ആളുകളാണ് സച്ചിദാനന്ദനും സാറ ജോസഫും പോലെയുള്ള എഴുത്തുകാർ, അതുകൊണ്ടാണ് അവർക്കിങ്ങനെ അഭിപ്രായം തോന്നുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് എന്നാണ്. മറ്റൊരഭിപ്രായം വന്നത് തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ അഭിപ്രായമാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഇവർക്ക് എന്താ അവകാശം എന്നാണ്.
ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ നിങ്ങൾ നോക്കുക, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേരളത്തിൽ ഈ സച്ചിദാനന്ദനും സാറ ടീച്ചറും അതുപോലെയുള്ള എഴുത്തുകാരിൽ വലിയൊരു പങ്ക് നിരന്തരമായി ഇടതുപക്ഷം ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് എഴുതുകയും ആ എഴുത്ത് വലിയ തോതിൽ ദേശാഭിമാനിയും കൈരളി ചാനലും പാർട്ടിയുടെ മറ്റു മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഴയ ലക്കങ്ങളിലേക്ക് പോവാം. അപ്പോൾ അന്ന് ഇടതുപക്ഷത്തെ പിന്താങ്ങിക്കൊണ്ട് ഇവർ പറയുന്ന അഭിപ്രായം ഇവരുടെ ഇടതുപക്ഷ അഭിപ്രായമാവുകയും ഇടതുപക്ഷത്തെ എതിർക്കുമ്പോൾ ഇവരെ മധ്യവർഗക്കാരാവുകയും ചെയ്യുന്നു എന്നത് ഒരു ഇരട്ടത്താപ്പാണ്. അതുപോലെ തന്നെയാണ് ശിവൻകുട്ടിയുടെ അഭിപ്രായം. കാരണം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഇവർക്ക് രാഷ്ട്രീയത്തിൽ എന്താ അവകാശം, രാഷ്ട്രീയത്തിൽ ഇവർക്ക് അധികാരമില്ലെങ്കിൽ എന്തിനാണ് ദേശാഭിമാനിയും കൈരളി ചാനലും അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് മൂല്യം കൊടുത്തത്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെയൊക്കെ പേര് വെച്ച് പ്രസ്താവന ഇറക്കാറുണ്ട്, ഇവരെയൊക്കെ പേര് വെച്ച് അഭിപ്രായങ്ങൾ ഇടാറുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. ഇടതുപക്ഷം BJPയുമായി കൈകോർക്കുന്നു എന്ന സംശയം കൃത്യമായും ഈ സാഹിത്യകാരന്മാർക്ക് എല്ലാവർക്കുമുണ്ട്. അത് സംശയമല്ല, അതിന് ചില അന്തർധാരകൾ ഉണ്ട് എന്ന് കേരളം അത് വെളിവാക്കുന്നുണ്ട്. CPMന്റെ നിലപാടുകളിലെ വ്യത്യാസം. ഇത് പറയാൻ ഇവർക്ക് അവകാശമുണ്ടോ? ഇവരിത് പറയുന്നതോടുകൂടി ഒരു മധ്യവർഗക്കാരാവുമോ? ഇതാണ് ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ഒരു പ്രശ്നം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സ്വയം വിമർശനവും വിമർശനത്തിനനുസരിച്ച് മറ്റുള്ളവരെ വിമർശനം കേൾക്കാനുള്ള സന്നദ്ധതയും ഉള്ള രാഷ്ട്രീയമാണ്. ലോകത്തെ എവിടെയും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ നിന്ന് പോയിട്ടുള്ളത് അവർ അസഹിഷ്ണുക്കളാവുമ്പോഴാണ്, ധാർഷ്ട്യമുള്ളവരാവുമ്പോഴാണ്. അവരുടെ സംഘടനാ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അല്ലാതെ സംസാരിക്കുന്നവരൊക്കെ ശത്രുക്കളാണ് എന്നർത്ഥത്തിലാണ് അവർ കാണുന്നത്. അങ്ങനെ കാണാൻ തുടങ്ങിയാൽ പിന്നെ വിമർശനത്തിന് സാധ്യതയില്ല. അധികാരം കേന്ദ്രീകരിക്കപ്പെടും, അത് ഒരാളിൽ കേന്ദ്രീകരിക്കപ്പെടും. അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവർക്ക് കറക്ഷൻ ചാൻസ് ഇല്ലാതെ വരികയും അതുകൊണ്ട് തന്നെ അവർ ഉള്ളിൽ നിന്ന് തന്നെ തകരുകയും ചെയ്യും. സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ തകർന്നത് പുറത്തു നിന്നുള്ള ആക്രമണം കൊണ്ടല്ല, ഉള്ളിൽ നിന്നുള്ള അതിൻ്റെ പിളർപ്പുകൾ കൊണ്ടാണ്. മാത്രമല്ല, ഇപ്പൊ കിഴക്കൻ യൂറോപ്പിലടക്കം പല രാജ്യങ്ങളിലും, ബംഗാളിലും ത്രിപുരയിലും നമ്മൾ പറഞ്ഞു, ഒക്കെ തന്നെ ഇങ്ങനെ തകർന്നു പോയ അനുഭവങ്ങളാണുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷം തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വലിയ ബഹുഭൂരിപക്ഷം ജനങ്ങളും, പ്രത്യേകിച്ചും സാറാ ജോസഫിനെ പോലെ, സച്ചിദാനന്ദനെ പോലെ, NS മാധവനെ പോലെയൊക്കെയുള്ള ആളുകൾ. കാരണം എന്താ, ഇവിടെ ഇടതുപക്ഷം തകർന്നാൽ ആ സ്പേസിലേക്ക് കയറുക BJPയാണ്. പ്രത്യേകിച്ചും BJP ലക്ഷ്യം വെക്കുന്ന അവരുടെ ഹിന്ദു വോട്ട് ബാങ്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്നതാണ് കാര്യം. അപ്പൊ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ ആ വോട്ട് ബാങ്ക് വലിയ തോതിൽ ഇവരിലേക്ക് BJPയിലേക്ക് പോകും എന്ന ഭയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം BJPയുടെ അജണ്ട എടുത്ത് കൈകാര്യം ചെയ്താൽ അത് തെറ്റാണ് എന്ന് പറയാൻ ധാർമ്മികമായ ബാധ്യത ഇവർക്കുണ്ട്. നമുക്ക് ബംഗാളിലെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പശ്ചിമ ബംഗാളിൽ 2008, 2009 കാലത്ത് നന്ദിഗ്രാം, സിംഗൂർ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മഹശ്വതാ ദേവിയെ പോലെ അതുപോലെയുള്ള ഒരുപാട് എഴുത്തുകാരും സിനിമക്കാരും ഗവൺമെന്റിനോട് ഇത് ശരിയല്ല, തിരുത്തണം എന്നാവശ്യപ്പെട്ടു. അന്ന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാരാണ് അവൾ. ആ സർക്കാർ അത് ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ മാത്രമല്ല കേരളത്തിലടക്കം ഇത്തരം കാര്യങ്ങൾ ഉയർത്തിയ മഹേശ്വതാദേവി ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ അവർക്കെതിരെ എന്താക്രമണമായിരുന്നു ഇവിടെ ഉണ്ടായത്. മഹേശ്വതാദേവി വലതുപക്ഷത്തിന്റെ കൊടുവാളാണ്, വടിവാളാണ്, ഇടിവാളാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എല്ലാ സാഹിത്യകാരന്മാരെയും നന്ദിഗ്രാം, സിംഗൂർ അടക്കമുള്ള ബംഗാളിലെ വിഷയങ്ങൾ ചോദ്യം ചെയ്ത മുഴുവൻ ആളുകളെയും വിമർശിച്ചു. അങ്ങനെ വിമർശിച്ചു, അവസാനം എന്ത് സംഭവിച്ചു? ഇതൊന്നും ജനങ്ങളുടെ അഭിപ്രായമല്ല. സച്ചിദാനന്ദൻ പറഞ്ഞാൽ ജനം കേൾക്കൂ, മഹേശ്വതാദേവി പറഞ്ഞ ജനം കേൾക്കൂ. അവർ പറഞ്ഞാൽ ജനം കേൾക്കുമോ എന്നുള്ളതല്ല, ജനങ്ങളുടെ അഭിപ്രായം അവർക്കറിയാം എന്നതുകൊണ്ടാണ്. അവർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിനോട് സ്നേഹപൂർവ്വമുള്ള വിമർശനം ഉന്നയിക്കുന്നത്. ആ സ്നേഹപൂർവ്വമുള്ള വിമർശനം കേൾക്കാൻ തയ്യാറാവാതിരിക്കുന്നതോടുകൂടി വലിയ തോതിലുള്ള നഷ്ടം ഇടതുപക്ഷത്തിനുണ്ടാവും. ആ നഷ്ടം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ കവികൾ, സാഹിത്യകാരന്മാർ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ അതിൻ്റെ ഫലം ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കലായിരിക്കും എന്ന് തന്നെയാണ് സത്യം. അത് അവഗണിക്കാതിരിക്കാൻ MV ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം മുഖവിലേക്ക് എടുത്തുകൊണ്ട്, ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് അവഗണിച്ചുകൊണ്ട് പാർട്ടി തീരുമാനമെടുക്കണം. മാത്രമല്ല, പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല എന്നുള്ള അഭിപ്രായമൊക്കെ പാർട്ടിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്.